ഉഴവൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഓപ്പറേഷൻ തുഫാൻ പദ്ധതിയുടെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സുരക്ഷിത സമൂഹം സന്തോഷകരമായ നാളെ എന്ന സന്ദേശമുയർത്തി മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയും റോഡ് സുരക്ഷയെക്കുറിച്ചുമാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പാലാ എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജെക്സി ജോസഫും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജിത് ടിയും ക്ലാസുകൾ നയിച്ചു. ഇത് പലപ്പോഴും ഇതാരും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ഈ മദ്യപിച്ചൊക്കെ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈ മദ്യപിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ അത് കുട്ടിയാണോ പട്ടിയാണോ എന്നൊരു തോന്നലൊക്കെ പലപ്പോഴും നമുക്ക് വരും. കാരണം നമ്മളുടെ മനസ്സും ശരീരവും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇതൊന്നും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുമ്പോൾ കുട്ടിയെ ചിലപ്പോൾ നമ്മുടെ പട്ടിയായിട്ട് പോലും കാണാൻ ചിലപ്പോൾ നമുക്ക് സാധിക്കാതെ വരും. അപ്പോഴൊക്കെയാണ് ഈ വലിയ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നത്. ഈ അപകടങ്ങൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു ഒരു തിരിച്ചുപോക്ക് നമുക്ക് അസാധ്യമായിരിക്കും. കാരണം ജീവിതത്തിൽ വിലപ്പെട്ട പലരെയും നഷ്ടപ്പെടുന്ന ആളുകൾക്ക് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം വ്യക്തികളിലും കുടുംബങ്ങളിലും സമൂഹത്തിലും സൃഷ്ടിക്കുന്ന ദൂഷ്യഫലങ്ങൾ, ലഹരിവിരുദ്ധ നിയമങ്ങൾ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കേണ്ട ഫോൺ നമ്പറുകളും കൈമാറേണ്ട വിവരങ്ങളും സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ലഹരി അടിമത്തത്തിൽ നിന്ന് മോചനം നേടുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നടത്തി. റോഡ് സുരക്ഷയെക്കുറിച്ച് ഉഴവൂർ സബ് RTO ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രലാൽ KK ക്ലാസ് എടുത്തു. ജോയിന്റ് RTO ഷെർലി B, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോണി തോമസ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബെൻ ജോസ് PV എന്നിവർ റോഡ് സുരക്ഷാ സന്ദേശം നൽകി. പരിപാടിയിൽ വിവിധ ഡ്രൈവിംഗ് സ്കൂളുകളിലെ ഇൻസ്ട്രക്ടർമാരും പങ്കാളികളായി. സുരക്ഷിത ഡ്രൈവിംഗ് ശീലങ്ങൾ, ഗതാഗത നിയമങ്ങൾ പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, അപകടങ്ങൾ ഒഴിവാക്കാനുള്ള മുൻകരുതലുകൾ എന്നിവയെക്കുറിച്ച് വിശദമായ ബോധവൽക്കരണം നടത്തി. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പൊതുസമൂഹം സജീവ പങ്കാളികളാകേണ്ടതിൻ്റെ ആവശ്യകതയും പരിപാടിയിൽ വിശദീകരിച്ചു.